ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ അഭിമാനമായി അനസും ജിസ്ന മാത്യു. 400 മീറ്ററിൽ സ്വർണം നേടിയ അനസും വെങ്കലം നേടി ജിസ്നയും മലയാളത്തിന്റെ അഭിമാനങ്ങളായി. ഇരുവരും സന്തോഷം മീഡിയ വണ്ണുമായി പങ്കുവയ്ക്കുകയാണ്. സനൂപ് ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. കേരളത്തിന് അഭിമാനമായ രണ്ട് താരങ്ങളാണ് എന്നോടൊപ്പം ചേരുന്നത്. 400 മീറ്ററിൽ സ്വർണം നേടിയ അനസും അതുപോലെ തന്നെ 400 മീറ്റർ വനിതകളിൽ വെങ്കലം നേടിയ ജിസ്ന മാത്യും. അനസ്, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയില്ല. മഴ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. ശക്തമായ മത്സരം കിട്ടിയത് ഇന്ത്യൻ താരത്തിൽ നിന്ന് തന്നെയായിരുന്നു. തന്നെ എങ്ങനെയുണ്ടായിരുന്നു അവസാനത്തെ ലാപ്പില്ല? അവസാനത്തിൽ രാവിലത്തെ ഓട്ടം ശരിക്കും ടയർഡാക്കി. നല്ലൊരു പെർഫോമൻസ് എടുക്കാനായിട്ട് ഉള്ള എഫർട്ട് പറ്റിയില്ല. ജിസ്ന, നല്ലൊരു മത്സരം തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് സീനിയർ ലെവലിൽ മത്സരിക്കുന്നത്. വെങ്കലം പ്രതിഷ്ഠ മെഡൽ കിട്ടിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു? ആദ്യമായിട്ടാണ് സീനിയർ ലെവലിൽ ഇൻഡിവിജ്വലായിട്ട് 400 മത്സരിക്കുന്നത്. പിന്നെ അതിൽ വെങ്കലം വരാൻ സാധിച്ചത് സന്തോഷമുണ്ട്. ഫസ്റ്റ് കണ്ടത് കുറച്ച് സ്ലോ ആയിരുന്നു, അതായിരുന്നു ടൈം മോശമായ. പിന്നെ ഹെവി റെയിനും. ശക്തമായ മത്സരം കിട്ടിയത് ഇന്ത്യൻ താരങ്ങളിൽ നിന്ന് തന്നെയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി വരുന്ന മീറ്റുകളിൽ അത് ഗോൾഡ് ആക്കാൻ ശ്രമിക്കും. എല്ലാവിധ ആശംസകളും നേരുന്നു, അഭിനന്ദനങ്ങൾ. ശക്തമായ മത്സരം തന്നെയായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നെങ്കിൽ കൂടി അതിനെ കവച്ചു വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ താരങ്ങൾ ഇന്ന് ട്രാക്കിൽ നല്ല പ്രകടനം നടത്തിയത്. മുൻ ഒളിമ്പ്യൻ കൂടിയായ ജിസ്നയുടെ കോച്ച് കൂടിയായ PT ഉഷ നമ്മുടെ ചേരുകയാണ്. എങ്ങനെയാണ് ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനത്തെ കാണുന്നത്? നല്ല മഴയായിരുന്നു ഇന്ന്. ശരിക്കും അതെ, മഴ എല്ലാവരെയും ബാധിക്കുമെങ്കിൽ പോലും മാനസിക സ്ഥിതി ഓരോ അത്ലറ്റ്സിൻ്റെ വ്യത്യസ്തമാണ്. എങ്കിൽ പോലും നമ്മുടെ ഇന്ത്യൻ താരങ്ങളൊക്കെ തന്നെ ഒരുപാട് 1500 മീറ്റേഴ്സിൽ 2 ഗോൾഡാണ്. പിന്നെ 400 മീറ്റേഴ്സിൽ ഗോൾഡും ബ്രോൺസും, 2 ഇവൻറ്റിലും 2 മെൻ ആൻഡ് വിമൻ സെക്ഷനിലും ഗോൾഡും ബ്രോൺസും സിൽവറും നമ്മൾ നേടി. നല്ല പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ഇന്ത്യക്കാരുടെ ഇന്നത്തെ, പ്രത്യേകിച്ചും ഈ മഴയത്ത്. നല്ല മഴ മാത്രമായിരുന്നില്ല, ശക്തമായ മത്സരം മറ്റു താരങ്ങളിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നല്ലോ. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് 400 മീറ്റേഴ്സ് എന്താ വെച്ചാൽ, പക്ഷേ ഞാൻ 3 മെഡൽ, പെണ്ണുങ്ങളിലെ 3 മെഡൽ നമ്മൾക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അത് പിന്നെ ഓവറോൾ പൂവമെന്ന് സ്ലോ ആയിരുന്നു ഓടിയിരുന്നത്. പക്ഷേ ജിസ്ന എന്ന് ഓടിയിരിക്കുന്ന 5ാമത്തെ ട്രാക്കിലായതുകൊണ്ട് നിർമ്മലയും മറ്റേ ആൾക്ക് പിന്നെ ഈ പൂവമ്മൻ ബാക്കിലാണല്ലോ. അപ്പോൾ മുമ്പിൽ പക്ഷേ എങ്കിലും വിയറ്റ്നാംകാരി ഉണ്ടെങ്കിൽ പോലും ജിസ്നയുടെ ഫസ്റ്റ് 100 അവളെ എക്സ്പീരിയൻസ്ഡ് അല്ല ഓടാനായിട്ട്. ഫസ്റ്റ് 100 നല്ല സ്ലോയിലാണ് ഓടിയത്. അത് കാരണം കൊണ്ട് തന്നെ ഈ ലാസ്റ്റ് 100 എത്തുന്നവരെ എനിക്ക് സംശയമായിരുന്നു. കാരണം പൂവമ്മ ആക്സിലറേറ്റ് ചെയ്യുന്ന ആളാണല്ലോ, എക്സ്പീരിയൻസ്ഡ് റണ്ണറല്ലേ. പക്ഷേ ജിസ്ന 100 സ്ലോ ആണെങ്കിൽ പോലും ലാസ്റ്റ് നല്ലോണം പുള്ളി ചെയ്തു, അവസാനം വരെ മത്സരിച്ചു. അതുപോലെ തന്നെ അനസും നന്നായിട്ട് മത്സരിച്ചു. ആരോഗ്യ രാജീവ് ഇന്നലെ ഭയങ്കര ടൈറ്റായിരുന്നു. പക്ഷേ ഇന്ന് ലാസ്റ്റ് വരെ ആരോഗ്യം നന്നായിട്ട് മത്സരിച്ചു. ചിത്രയും നന്നായി ഓടി. അവസാന ഇതിൽ ചിത്ര നന്നായി ഓടി. ഈവൻ 1500 മെൻ സെക്ഷനിലും നന്നായി ഓടി. ഇന്ന് ശരിക്കും ഇന്ത്യയുടെ ദിവസം തന്നെയാണ്. തീർച്ചയായും 2ാം ദിവസം ഇന്ത്യയുടെ ദിനം തന്നെയാണ്. മെഡൽ പട്ടികയിൽ ഇപ്പോൾ ഇന്ത്യ നല്ല ബഹുദൂരം മുന്നിൽ തന്നെയാണ് എന്ന് പറയാം. ഇത് അടുത്ത ദിവസങ്ങളും തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ നിന്ന് ക്യാമറമാൻ VM ഷാഫിക്കൊപ്പം സനൂപ് ശശിധരൻ, മീഡിയ.